അർജന്റീന ടീം ഒന്നടങ്കം കേരളത്തിൽ വരുമെന്നും മെസ്സി കേരളത്തിൽ കളിക്കുമെന്നുള്ള പ്രചാരണമൊക്കെ കേട്ടതാണ്. അതൊക്കെ കഴിഞ്ഞ ശേഷം മെസ്സി കേരളത്തിലേക്കില്ല എന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം ഒരുപാട് വിവാദങ്ങൾ കൂടി കേരളത്തിലുണ്ടായി. അത് പ്രത്യേകിച്ച് സ്റ്റേഡിയം കൈമാറിയതുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ അർജന്റീന മത്സരത്തിനായി സ്പോൺസർക്ക് കൈമാറിയ കലൂർ സ്റ്റേഡിയം ഇന്നിപ്പോൾ GCDAക്ക് തിരിച്ചേൽപ്പിക്കും. ഒപ്പിട്ട കരാറില്ലാതെയാണ് സ്റ്റേഡിയം സ്പോൺസർ ആന്റോ അഗസ്റ്റിന് കൈമാറിയിരുന്നത്. പാതി വഴിയിലുള്ള നിർമ്മാണ ജോലികൾ തീർക്കാനായി കമ്പനിക്ക് GCDA കൂടുതൽ സമയം അനുവദിച്ചേക്കും. അർജന്റീന വരില്ലെന്ന് വ്യക്തമായതോടെ സ്റ്റേഡിയം നവീകരണ ജോലികൾ സ്പോൺസർ മന്ദഗതിയിലാക്കിയിരുന്നു. കൊച്ചിയിലേക്ക് പോകാം. വിവരങ്ങൾക്കായി ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ലിഡിയ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ധാരാളം വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏറ്റവും പ്രധാനമായിട്ട് ഒപ്പിട്ടൊരു കരാറില്ലാതെയാണ് ഈ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് എന്നുൾപ്പെടെയായിരുന്നു. എന്തായാലും മെസ്സി വരില്ല, അർജന്റീന വരില്ല എന്ന് ഉറപ്പായതോടുകൂടി ഇനിയിപ്പോൾ ആ സമയം കഴിഞ്ഞ് സ്റ്റേഡിയം തിരിച്ചേൽപ്പിക്കണം. അപ്പോൾ നിലവിൽ എത്രത്തോളം നിർമ്മാണ ജോലികൾ പൂർത്തിയായിട്ടുണ്ട്? അപ്പോൾ ബാക്കി ജോലികൾ കൂടി പൂർത്തിയാക്കാനുള്ള അവസരം കൂടി ഉണ്ടാകും ഇതിനകത്ത്? ജിൽസി, ഞാനുള്ളത് കലൂർ സ്റ്റേഡിയത്തിലാണ്. ഇന്നാണ് സ്റ്റേഡിയം തിരിച്ചേൽപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. GCDAക്ക് സ്പോൺസർ ഇന്ന് കലൂർ സ്റ്റേഡിയം തിരിച്ചേൽപ്പിക്കും. സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെയാണ് ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾക്കായി സ്പോൺസറിന് സ്റ്റേഡിയം കൈമാറിയിരുന്നത്. പക്ഷേ നിർമ്മാണ ജോലികൾ പൂർത്തിയായിട്ടില്ല. മെസ്സി വരില്ല എന്നറിഞ്ഞതോടെ ഈ നിർമ്മാണ ജോലികൾ സ്പോൺസർ മന്ദഗതിയിലാക്കിയിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ സ്റ്റേഡിയത്തിന്റെ മുൻപിലുള്ള റോഡാണിത്. ഇതിന്റെ സ്റ്റേഡിയത്തിന്റെ അരികിലുള്ള മതിൽ അത് പൂർണ്ണമായും കെട്ടിക്കഴിഞ്ഞിട്ടില്ല. പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ അവിടെയുള്ള നിർമ്മാണ ജോലികൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെയുള്ള മരങ്ങളുടെ ചുറ്റുമായി ഇരിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊന്നും തന്നെ പൂർത്തിയാകാത്ത ഒരു സാഹചര്യം തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിർമ്മാണ ജോലികൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്റ്റേഡിയത്തിനുള്ളിലെ നിർമ്മാണ ജോലികളും അതുപോലെ തന്നെ സ്റ്റേഡിയത്തിന് പുറത്ത് ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ജോലികളും ഈ മതിലുമായി ബന്ധപ്പെട്ട ജോലികൾ, ഗേറ്റുമായി ബന്ധപ്പെട്ട ജോലികളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല നിലവിൽ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് തന്നെയാണ് കാണുന്നത്. കൂടുതൽ ജോലികൾ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് സ്റ്റേഡിയം തിരിച്ചേൽപ്പിക്കും. കാരണം ഇത് സ്റ്റേഡിയം തിരിച്ചേൽപ്പിച്ചാൽ മാത്രം പോരാ, ഈ നിർമ്മാണ ജോലികൾ പൂർണ്ണമായും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. സ്പോൺസർക്ക് അതിനുള്ള കൂടുതൽ സമയം അനുവദിക്കാൻ സാധ്യതയുണ്ട്. GCDA ഇതിന് കൂടുതൽ സമയം അനുവദിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മെസ്സി വരില്ല എന്നറിഞ്ഞതോടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ മന്ദഗതിയിലായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ അവസാന തീയതി എടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ മെസ്സിയുടെ മത്സരം മാത്രമല്ല, അർജന്റീന മത്സരം മാത്രമല്ല, മറ്റു മത്സരങ്ങൾ ISLന്റെ അടക്കം മറ്റ് മത്സരങ്ങൾ നടത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഇതിനെ സംബന്ധിച്ച്, അതായത് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, സ്റ്റേഡിയം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട്, സ്പോൺസർക്ക് കൈമാറിയതുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ, വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കരാറുമായി ബന്ധപ്പെട്ട കരാറിൽ സുതാര്യതയില്ലായ്മ മാത്രമല്ല ഈ ത്രികക്ഷി കരാർ GCDAയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സ്പോൺസറും ചേർന്നുള്ള കരാറിൽ അത് സുതാര്യതയില്ല, അത് നിയമപ്രാബല്യമില്ലാത്ത കരാറാണ് ഉണ്ടാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനങ്ങളൊക്കെ നടന്നിരുന്നു. എന്തായാലും അർജന്റീന ടീം എത്തില്ല എന്ന് വ്യക്തമായി. അതുപോലെ തന്നെ ഈ നിർമ്മാണ ജോലികളും അതിനോടനുബന്ധിച്ചുള്ള നിർമ്മാണ ജോലികളും ഇതുവരെയായിട്ടും പൂർത്തിയാക്കിയിട്ടില്ല. എന്തായാലും ഈ നവംബർ 30 ഈ സ്റ്റേഡിയം സ്പോൺസർ ഏറ്റെടുത്തത് തിരിച്ച് GCDAയെ തിരിച്ചേൽപ്പിക്കും.